ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫയർമാനു വേണ്ടിയ ഫസ്റ്റ് എയ്ഡ് ടോപ്പിക്കിൻ്റെ 5ാം ഭാഗമായ ഫസ്റ്റ് എയ്ഡ് ഫോർ വൂൺസ് ബ്ലീഡിങ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗം വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഭാഗം മുതൽ നമ്മൾ ചോദ്യങ്ങൾ നൽകുന്നതിന് മുന്നേ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. അതായത് വൂൺസും ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും പിന്നെ അതിന് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നമ്മൾ പറഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് വൂൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഈ വൂൺസിനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഓപ്പൺ വൂൺസ് അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് ട്രോമ എന്ന് പറയും. രണ്ട് ക്ലോസ്ഡ് വൂൺസ് അല്ലെങ്കിൽ ബ്ലണ്ട് ട്രോമ എന്ന് പറയും. ഈ ഓപ്പൺ വൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് വെളിയിലേക്ക് മുറിവ് കാണാൻ പറ്റുന്നത്, അതുപോലെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്, അതാണ് ഓപ്പൺ വൂൺസ്. അതായത് നമുക്ക് മുറിവിൻ്റെ ഉൾവശം കാണാൻ പറ്റും, അതുപോലെ അതിൽ ഇൻഫെക്ഷൻ അകത്തോട്ട് കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലത്തെ വൂൺസാണ് ഓപ്പൺ വൂൺസ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് വൂൺസ് എന്ന് പറയുന്നത് ഈ മുറിവിൻ്റെ ഉൾവശം നമുക്ക് കാണാൻ കഴിയില്ല, അതുപോലെ തന്നെ അത് പുറത്തേക്ക് വരത്തില്ല, ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, അകത്തുണ്ടാകുന്നത്, ശരീരത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്നത്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ബ്ലീഡിങ്, അതുപോലെ ചതവ്, അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഓപ്പൺ വൂൺസിനെ നമുക്ക് 6ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് അബ്രേഷൻ, ഇൻസൈസ്ഡ് വൂണ്ട്, ലാസറേറ്റഡ് വൂണ്ട്, പങ്ക്ച്വർ വൂണ്ട്, എവൽഷൻ, ആംപ്യൂട്ടേഷൻ, അതുപോലെ ഗൺ ഷോട്ട്. ഇങ്ങനെ 6ആയിട്ട് ഓപ്പൺ വൂൺസിനെ സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലോസ്ഡ് വൂണ്ടിനെ ഹീമാറ്റോമസ്, അതുപോലെ തന്നെ ക്രഷ് ഇഞ്ചുറി എന്ന് നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ഓപ്പൺ വൂൺസ് ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ വൂൺസിൽ നമ്മൾ പറഞ്ഞ 6 സബ് ക്ലാസിഫിക്കേഷൻ, അത് നമുക്ക് പ്രധാനമായിട്ടും ഓരോന്നും എന്താണെന്ന് അറിയേണ്ടതുണ്ട്, എങ്ങനെയാണ് ഈ ഓരോ വൂണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി ആ 6 എണ്ണം ഏതൊക്കെയാണെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തേത് അബ്രേഷൻ. ദീസ് ആർ ഷാലോ ഇറഗുലർ വൂൺസ് ഓഫ് ദി അപ്പർ ലെയേഴ്സ് ഓഫ് സ്കിൻ ഡ്യൂ ടു സ്കിൻ ബ്രഷിംഗ് വിത്ത് എയ്തർ എ റഫ് സർഫസ് ഓർ എ സ്മൂത്ത് സർഫസ് അറ്റ് ഹൈ സ്പീഡ്. അതായത് നമ്മുടെ സ്കിന്ന് ഏതെങ്കിലും റഫോ അല്ലെങ്കിൽ സ്മൂത്തായിട്ടുള്ളതോ ആയിട്ടുള്ള സർഫസിൽ വളരെ ശക്തമായിട്ട് ഉരയുന്നത് മൂലം ഉണ്ടാകുന്ന ആ പോറൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രാച്ചിനെയാണ് നമ്മൾ അബ്രേഷൻ എന്ന് പറയുന്നത്. ആ പിക്ചറിൽ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള മുറിവുകളാണ് അബ്രേഷൻ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്ങുകളൊന്നും ഉണ്ടാകത്തില്ല, ചെറുതായിട്ട് രക്തം ഇങ്ങനെ പനിച്ച് വരുന്നത്. അപ്പോൾ അതാണ് അബ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻസൈസ്ഡ് വൂണ്ട്, അതുപോലെ തന്നെ അതിനെ ഇൻസിഷൻസ് എന്നും പറയും. കോസ്ഡ് ബൈ എ ക്ലീൻ ഷാർപ്പ് എഡ്ജ്ഡ് ഒബ്ജക്റ്റ് സച്ച് ആസ് നൈഫ്, റേസർ ഓർ ഗ്ലാസ് സ്പ്ലിൻറ്റർ. അതായത് മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവിനെയാണ് നമ്മൾ ഇൻസിഷൻസ് അല്ലെങ്കിൽ ഇൻസൈസ്ഡ് വൂണ്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ എഡ്ജസ്, ഈ മുറിവിൻ്റെ എഡ്ജസ് വളരെ റെഗുലർ ആയിരിക്കും, വളരെ ക്ലീനായിട്ട് മുറിഞ്ഞ പോലെ ഇരിക്കും. അതായത് നമ്മുടെ ബ്ലേഡ്, അതുപോലെ പിച്ചാത്തിയൊക്കെ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന മുറിവാണിത്. ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്കറിയാം, വളരെ കൃത്യമായിട്ടിങ്ങനെ റെഗുലറായിട്ടുള്ള എഡ്ജസോടുകൂടി മുറിഞ്ഞതാണ് ഇൻസിഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ലാസറേറ്റഡ് വൂണ്ട്. ദീസ് വൂൺസ് ആർ ടിയർ ലൈക്ക് വൂൺസ് വിത്ത് റെഗുലർലി ടോൺ എഡ്ജസ് ദാറ്റ് ആർ യൂഷ്വലി ഡീപ്പർ ദാൻ അബ്രേഷൻസ് ആൻഡ് കോസ് മോർ പെയിൻ ആൻഡ് ബ്ലീഡിങ്. ലാസറേഷൻസ് ആർ ജനറലി കോസ്ഡ് ബൈ എ ട്രോമ ഓർ കോണ്ടാക്ട് വിത്ത് ആൻ ഒബ്ജക്ട് സച്ച് ആസ് ഹാർഡ് ബ്ലോസ്, കൊളൂഷൻ ഓർ ആക്സിഡൻസ്. അതായത് ഈ അബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വളരെ സ്ക്രാച്ച് പോലെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇത് ശക്തമായിട്ടുള്ള ഈ അബ്രേഷൻ തന്നെ നല്ല ഡെപ്തിലുള്ള മുറിവുണ്ടാകുന്നതാണ് ഈ ലാസറേറ്റഡ് വൂണ്ട് എന്ന് പറയുന്നത്. അതായത് ആക്സിഡൻസ്, അതുപോലെയുള്ള ഹാർഡ് ബ്ലോസ്, അതിലൊക്കെ നമ്മുടെ ശക്തമായിട്ടുള്ള ആഴമേറിയ മുറിവുണ്ടാകുന്നു. അതായത് അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രാച്ച്, സ്കിന്നിന് പുറത്ത് മാത്രം ഉണ്ടാകുന്ന സ്ക്രാച്ച്. പക്ഷേ ഇത് സ്കിന്നിനുള്ളിലേക്കുണ്ടാകുന്ന വളരെ ഡെപ്തിലുള്ള മുറിവ്, അതിനെയാണ് ലാസറേറ്റഡ് വൂണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഉണ്ടാകുമ്പോഴത്തേക്കിന് അതിൻ്റെ എഡ്ജസൊക്കെ ഇറഗുലർ ആയിരിക്കും. പിന്നെ അതുപോലെ കൂടുതൽ ബ്ലീഡിങ്ങും പെയിനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വൂണ്ടാണ് ലാസറേറ്റഡ് വൂണ്ട് എന്ന് പറയുന്നത്. അടുത്തത് പങ്ക്ച്വർ വൂണ്ടാണ്. കോസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് പങ്ക്ച്വറിങ് ദി സ്കിൻ സച്ച് ആസ് എ സ്പ്ലിൻറ്റർ, നെയിൽ ഓർ എ നീഡിൽ. അതായത് ഈ ആണി അല്ലെങ്കിൽ മുട്ടുസൂചി അല്ലെങ്കിൽ ഈ മുള്ള്, ഇതുപോലത്തുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന മുറിവിനെയാണ് നമ്മൾ പങ്ക്ച്വർ വൂണ്ട് എന്ന് പറയുന്നത്. അത് ആ പിക്ചറിൽ കണ്ടാൽ അറിയാം. നമ്മളതിങ്ങനെ കുത്തിക്കൊള്ളുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു മുറിവ്, ഒരു ഡോട്ട് പോലെ ഇരുന്നിട്ട് അതിൽ കൂടെ ബ്ലഡ് വരുന്നത്, അതാണ് പങ്ക്ച്വർ വൂണ്ട് എന്ന് പറയുന്നത്. അടുത്തത് എവൽഷൻ ആംപ്യൂട്ടേഷനാണ്. ഇതിനെ എവൽഷൻ എന്ന് മാത്രം പറഞ്ഞാലും ശരിയാണ്, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ എവൽഷൻ മാത്രമേ ഉള്ളെങ്കിൽ അതും ശരിയാണ്.
ഇഞ്ചുറീസ് ഇൻ വിച്ച് എ ബോഡി സ്ട്രക്ചർ ഈസ് ഫോഴ്സിബിളി ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്സ് നോർമൽ പോയിൻ്റ് ഓഫ് ഇൻസേർഷൻ. അതായത് ശരീരഭാഗം ഏതെങ്കിലും മുറിവ് കാരണം അടർന്നു പോകുന്നതാണ് ഈ എവൽഷൻ എന്ന് പറയുന്നത്. അതായത് ഈ വിരലറ്റു പോവുക, അതുപോലെ തന്നെ ഈ ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ അല്ലെ മുറിവുണ്ടാകുമ്പോഴത്തേക്കിന് നമ്മുടെ ശരീരത്തിലെ ദിശയൊക്കെ അടർന്നു പോവുക, ഇതിനെയാണ് നമ്മൾ എവൽഷൻ എന്ന് പറയുന്നത്. ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് എവൽഷൻ. ഇനി ഗൺ ഷോട്ട് വൂൺസ്, അത് പേര് പോലെ തന്നെയാണ്, തോക്കിൽ നിന്നുള്ള വെടി ഏൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മുറിവാണ് ഗൺ ഷോട്ട് വൂൺസ് എന്ന് പറയുന്നത്. അത് ആ പിക്ചർ കണ്ടാൽ അറിയാം, അങ്ങനെ ഇരിക്കും, വെടിയുണ്ട കൊണ്ട ഭാഗം അങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് ഗൺ ഷോട്ട് വൂൺസ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 6 സബ് ക്ലാസിഫിക്കേഷൻ, ഓപ്പൺ വൂൺസിൻ്റെ 6 സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലോസ്ഡ് വൂൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഒന്നാമത്തത് ഹിമാറ്റോമാസ്, കോസ്ഡ് ബൈ ഡാമേജ് ടു എ ബ്ലഡ് വെസൽ ദാറ്റ് ഇൻ ടേൺ കോസസ് ബ്ലഡ് ടു കളക്ട് അണ്ടർ ദി സ്കിൻ. അതായത് ബ്ലഡ് വെസലിനുണ്ടാകുന്ന ഡാമേജ് മൂലം സ്കിന്നിനടിയിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ് ഈ ഹിമാറ്റോമാസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബ്ലഡ് ട്യൂമർ എന്നും പറയാറുണ്ട്. അപ്പോൾ അതാണ് ഹീമാറ്റോമാസ്. ഇനി ക്രഷ് ഇഞ്ചുറി, കോസ്ഡ് ബൈ എ ഗ്രേറ്റ് ഓർ എക്സ്ട്രീം എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, പ്രധാനമായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മെഷീൻ്റെ ഒക്കെ ഇടയ്ക്ക് കൈ കാലും ഒക്കെ പോകുമ്പോഴത്തേനുണ്ടാകുന്ന ചതവ്, അതായത് ബ്ലീഡിങ് ഒരുപാട് പുറത്തോട്ട് കാണത്തില്ല, പക്ഷേ ശരീരഭാഗം നല്ലതായിട്ട് ചതഞ്ഞ് അതുപോലെ ഇരിക്കും, അതാണ് ക്രഷ് ഇഞ്ചുറി. അപ്പോൾ ഇത് രണ്ടുമാണ് ക്ലോസ്ഡ് വൂൺസിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് വൂൺസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡിനെ പറ്റി നോക്കാം. ഈ മുറിവിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്, ഒന്ന് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, 2 അതിലേക്ക് ജേംസോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള വസ്തുക്കളൊന്നും എൻ്റർ ചെയ്യാതിരിക്കുക, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഇത് രണ്ടുമാണ് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 2, ഹാൻഡിൽ ജെൻലി, അതായത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. മൂന്നാമത്തേത് വാഷ് യുവർ ഹാൻഡ്സ് തറൗലി, അതായത് നമ്മുടെ കയ്യിലുള്ള ജേംസ് ഒന്നും മുറിവിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ, അതായത് മുറിവെ വല്ലതും തൊടുകയോ വല്ലതും ചെയ്ത് എൻ്റർ ചെയ്യാതിരിക്കാൻ കൈ നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം തൊടുക. അതുപോലെ മുറിവ് നന്നായിട്ട് കഴുകുക. അടുത്തത് റിമൂവ് എനി ഫോറിൻ ബോഡി ഇഫ് പോസിബിൾ, അതായത് പറ്റുവാണെങ്കിൽ ഈ മുറിവിൻ്റെ മുകളിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളോ, അതായത് എവിടുന്നേലും പറ്റിയ വസ്തുക്കളോ ഒക്കെ കഴുകിക്കളയുക. ഡു നോട്ട് റിമൂവ് എംബഡഡ് ഒബ്ജക്ട്സ്, അതായത് അതിൻ്റെ അകത്ത് പെട്ടുപോയിരിക്കുന്ന, മുറിവിൻ്റെ അകത്ത് ഉൾപ്പെട്ടു പോയിരിക്കുന്ന വസ്തുക്കളൊന്നും തോണ്ടിക്കളയണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, അത് പിന്നീട് ആശുപത്രിയിൽ ചെന്നിട്ട് നീക്കം ചെയ്യാം. 4, ഡു നോട്ട് ഡിസ്റ്റർബ് ബ്ലഡ് ക്ലോട്ട്സ്, അതായത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത് തന്നെ ബ്ലീഡിങ് കുറയാനാണ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ബ്ലഡ് ക്ലോട്ടൊന്നും പൊളിച്ച് കളയുകയോ മറ്റോ ചെയ്യരുത്. 4, പ്ലേസ് ക്ലീൻ ഡ്രസ്സിങ് ആൻഡ് ബാൻഡേജ് ഫേംലി, അതായത് ക്ലീനായിട്ടുള്ള ഡ്രസ്സിങ്ങും ബാൻഡേജും ഒക്കെ ഉപയോഗിക്കുക. അടുത്തത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വൂൺസിൻ്റെ ബേസിസിൽ. അടുത്തത് നമ്മൾ ബ്ലീഡിങ്ങിനെ പറ്റിയാണ് നോക്കുന്നത്. ബ്ലീഡിങ് പ്രധാനമായിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, എക്സ്റ്റേണൽ ബ്ലീഡിങ്, അതായത് ഔട്ട്സൈഡ് ദി ബോഡി വെൻ ബ്ലഡ് മൂവ്സ് ത്രൂ എ ബ്രേക്ക് ഇൻ ദി സ്കിൻ, അതായത് ശരീരത്തിൻ്റെ പുറംഭാഗത്തുണ്ടാകുന്ന മുറിവ് മൂലം ബ്ലഡ് പുറത്തേക്ക് ഒഴുകുന്നതാണ് എക്സ്റ്റേണൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഇൻസൈഡ് ദി ബോഡി വെൻ ദി ബ്ലഡ് ലീക്സ് ഫ്രം ബ്ലഡ് വെസൽസ് ഓർ ഓർഗൻസ്, അതായത് ശരീരത്തിനുള്ളിലുള്ള ബ്ലഡ് വെസൽസും ഓർഗൻസിൻ്റെയും ഉണ്ടാകുന്ന മുറിവ് കാരണം ബ്ലഡ് ലീക്ക് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്റ്റേണൽ ബ്ലീഡിങ്ങിനെ നമുക്ക് പ്രധാനമായും 3 ആയി ക്ലാസിഫൈ ചെയ്യാം. അതായത് എക്സ്റ്റേണൽ ബ്ലീഡിങ്ങിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ്. ഒന്ന്, ആർട്ടേറിയൽ ബ്ലീഡിങ്, അതായത് ഒരു ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് വരുന്നതാണ് ആർട്ടേറിയൽ ബ്ലീഡിങ്. അപ്പോൾ ഇതിൻ്റെ ഇനി പറയുന്ന 2 പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത്, ഈ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡിൻ്റെ നിറം ബ്രൈറ്റ് റെഡ് കളറായിരിക്കും. രണ്ടാമത്തത്, ഈ ബ്ലഡ് വരുന്നത് ഹേർട്ട് ബീറ്റിൻ്റെ താളത്തിനൊത്തുള്ള ഒരു ജെറ്റായിട്ടായിരിക്കും വരുന്നത്, അതായത് ഇച്ചിരി സ്പീഡ് കൂടും പിന്നെയും കുറയും, അങ്ങനെ ഒരു താളത്തിനായിരിക്കും ഈ ബ്ലഡ് പുറത്തേക്ക് ചീറ്റുന്നത്. അപ്പോൾ ആ 2 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടേറിയൽ ബ്ലീഡിങ്ങിനെ സംബന്ധിച്ച്. അതാണ് അതിൻ്റെ ഡിഫറൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് രണ്ടും. അടുത്ത്, ബ്ലഡ് ലോസ് ഈസ് റാപ്പിഡ് പ്രൊഫ്യൂസ് ക്യാൻ കോസ് ഡെത്ത് ക്വിക്ക്ലി, അതായത് ബ്ലഡ് ലോസ് ഭയങ്കര സ്പീഡിലുള്ളതായിരിക്കും, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാൻ പറ്റുന്ന തരം ബ്ലീഡിംഗ് ആണ് ഈ ആർട്ടേറിയൽ ബ്ലീഡിങ്ങിൻ്റെ വരുന്നത്. അടുത്തത്, വെനസ് ബ്ലീഡിങ്. ഒന്നാമത്തത്, ഇതിൻ്റെ ബ്ലഡിൻ്റെ നിറം, അതായത് വെയിനിൽ നിന്ന് വരുന്ന ബ്ലഡിൻ്റെ നിറം എന്ന് പറയുന്നത് ഡാർക്ക് റെഡാണ്. മുമ്പേ നമ്മൾ പറഞ്ഞു ബ്രൈറ്റ് റെഡ്, അത് ആർട്ടറി, ഇവിടെ ഡാർക്ക് റെഡ്. രണ്ടാമത്തെ പോയിൻ്റ്, ബ്ലഡ് ഫ്ലോസ് ആസ് എ കണ്ടിന്യൂസ്, അതായത് അവിടെ ഹേർട്ട് ബീറ്റിൻ്റെ ആ ഒരു
താളത്തിലാണ് വന്നുകൊണ്ടിരുന്നത് ബ്ലഡെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ഫ്ലോ ആണ് ബ്ലഡിന്. മൂന്നാമത് സ്ട്രീം മേ ബി പ്രൊഫ്യൂസ്, അതായത് നമ്മൾ പറഞ്ഞതാണ് സ്ട്രീമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ആർട്ടേറിയൽ ബ്ലീഡിങ്ങിൻ്റെയും വെനസ് ബ്ലീഡിങ്ങിൻ്റെയും ആ ഡിഫറൻസ് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കണം. ആ 2 പോയിൻറ്റുകൾ, അതായത് ബ്രൈറ്റ് റെഡ് അതുപോലെ തന്നെ ഹേർട്ട് ബീറ്റിൻ്റെ താളത്തിനൊത്തുള്ള ജെറ്റ്, അത് ആർട്ടേറിയൽ ബ്ലീഡിങ്. വെനസ് ബ്ലീഡിങ് വരുമ്പം ഡാർക്ക് റെഡ് കളറിലുള്ള ബ്ലഡ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സ്ട്രീമായിട്ടുള്ള ഫ്ലോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത മൂന്നാമത്തെ സബ് ഡിവിഷനാണ് ക്യാപ്പിലറി ബ്ലീഡിങ്. അതെന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ആ അബ്രഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് പോറൽ വരുമ്പം, സ്കിന്നിന് മുകളിലേക്ക് പോറൽ വരുമ്പം ക്യാപ്പിലറീസിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പനിച്ചു വരുന്നതാണ് ഈ ക്യാപ്പിലറി ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത്ര സീരിയസ് ആയിട്ടുള്ള കേസല്ല. അപ്പോൾ അതുപോലുള്ള ബ്ലീഡിങ് ആണ് ക്യാപ്പിലറി ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എക്സ്റ്റേണൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അതായത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. എക്സ്റ്റേണൽ ബ്ലീഡിങ്ങിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് പറയുന്നത്. 4 രീതിയിലാണ് ഈ എക്സ്റ്റേണൽ ബ്ലീഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. 1 ഡയറക്റ്റ് പ്രഷർ, 2 എലിവേഷൻ, 3 ഇൻഡയറക്റ്റ് പ്രഷർ ഓൺ പ്രഷർ പോയിൻറ്റ്സ്, 4 ടോർണിക്യൂ. അപ്പോൾ ഇവിടെ ഈ ടി സൈലൻ്റ് ആണ്, ടോർണിക്യൂ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ 4 മെത്തേഡ്സ് ആണ് നമ്മൾ എക്സ്റ്റേണൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി ഉണ്ട്. ഈ ഡയറക്റ്റ് പ്രഷറും എലിവേഷനും കൊണ്ട് ബ്ലഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻഡയറക്റ്റ് പ്രഷർ ഓൺ പ്രഷർ പോയിൻറ്റ്സും ഈ ടോണിക്യൂവും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 2 മെത്തേഡ് കൊണ്ട് നമുക്ക് ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലാണ് മറ്റേ 2 മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രഷർ മെത്തേഡാണ്. അതിലെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 അപ്ലൈ ഡയറക്റ്റ് പ്രഷർ ടു വൂണ്ട് സൈറ്റ് വിത്ത് യുവർ ഗ്ലൗ ഹാൻഡ്. അതായത് മുറിവിൽ ഗ്ലൗ ഹാൻഡ് ഉപയോഗിച്ച്, കാരണം കയ്യിലുള്ള ജേംസ് ഒന്നും ആ മുറിവിലേക്ക് കടക്കാതിരിക്കാൻ ഗ്ലൗ ഹാൻഡ് ഉപയോഗിച്ച് വൂണ്ടിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. 2 അപ്ലൈ ഫേം പ്രഷർ വിത്ത് എ സ്റ്റെറൈൽ ഡ്രസ്സിങ് ഓർ ക്ലീൻ ക്ലോത്ത്. അതായത് ഈ ഗ്ലൗസ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സിങ്ങോ ക്ലോത്തോ കൊണ്ട് മുറിവിൽ പ്രഷർ കൊടുക്കുന്നത്. 3 അപ്ലൈ പ്രഷർ അണ്ടിൽ ബ്ലീഡിങ് ഈസ് കൺട്രോൾ. അതായത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നവരെ ഈ പ്രഷർ, ഡയറക്റ്റ് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഹോൾഡ് ഡ്രസ്സിങ് ഇൻ പ്ലേസ് വിത്ത് ബാൻഡേജ് ആഫ്റ്റർ ബ്ലീഡിങ് ഈസ് കൺട്രോൾ. അതായത് ബ്ലീഡിങ് കൺട്രോൾ ആയ ശേഷം ഈ ഡ്രസ്സിങ് അവിടുന്ന് എടുക്കാൻ പാടില്ല, അത് അതേപടി തന്നെ അവിടെ സൂക്ഷിക്കുക. നെവർ റിമൂവ് എ ഡ്രസ്സിങ് വൺസ് ഇറ്റ് ഈസ് ഇൻ പ്ലേസ്. അതായത് നമ്മൾ പറഞ്ഞത് തന്നെ ഒരു തവണ ഡ്രസ്സിങ് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സിങ് എടുക്കാതിരിക്കുക, കാരണം പിന്നെയും ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഡയറക്റ്റ് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. അടുത്തത് എലിവേഷൻ മെത്തേഡ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് കൈയൊക്കെ മുറിഞ്ഞാൽ ഉയർത്തിപ്പിടിക്കുന്നത്, അതായത് ഹേർട്ടിൻ്റെ ലെവലിന് ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ സെയിം മെത്തേഡാണ് ഇവിടെ. മുറിവുണ്ടാകുന്ന ഭാഗം ഹേർട്ട് ലെവലിൽ നിന്നും ഉയർത്തി വെക്കുന്നു. അതിപ്പോൾ കാലിലാണെങ്കിൽ ഇതുപോലെ കിടന്ന ശേഷം ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അത് പൊക്കി വെക്കുന്നു. അതാണ് എലിവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് പ്രഷർ പോയിൻറ്റ്സിൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ബ്ലീഡിങ് കുറയ്ക്കുന്ന രീതിയാണ്. അതായത് നമ്മൾ ആദ്യമേ തുടക്കത്തിൽ ബ്ലീഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു, ആർട്ടേറിയൽ ബ്ലീഡിംഗ് ആണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിങ്. അതായത് പെട്ടെന്ന് തന്നെ ബ്ലഡ് ലോസ് ഉണ്ടായി മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആർട്ടറികളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് അതുവഴി വെളിയിലോട്ടുള്ള അല്ലെങ്കിൽ വൂണ്ട് വഴിയുള്ള ബ്ലീഡിങ് കുറച്ച് ബ്ലഡ് ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതാണ് പ്രധാന ആർട്ടറി, അതായത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന പ്രധാന ആർട്ടറികളുടെ പേര്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചില സിറ്റുവേഷൻ തന്നിട്ട് അവിടെ ഏത് ആർട്ടറിയിലായിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബ്രാക്കിയൽ ആർട്ടറി, അത് ബ്ലീഡിങ് ഫ്രം അപ്പർ ലിംബ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. 2 ഫെമോറൽ ആർട്ടറി, അത് ലോവർ ലിംബിൽ ഉപയോഗിക്കുന്നു. 3 കാർട്ടോയിഡ് ആർട്ടറി, അത് നെക്കിൽ നിന്നുള്ള രക്തസ്രാവം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് ടെമ്പോറൽ ആർട്ടറി, അത് ബ്ലീഡിങ് ഫ്രം സ്ക്ലാപ്പ്, അതായത് നെറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത് കുറയ്ക്കാൻ. അടുത്തത് ഫേഷ്യൽ ആർട്ടറി, അത് ബ്ലീഡിങ് ഫ്രം ഫേസ് കുറയ്ക്കാൻ. അപ്പോൾ ഇവിടെയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ബ്ലഡ് ലോസ് കുറയ്ക്കുന്ന രീതിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് എന്നും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത് പ്രഷർ പോയിൻറ്റ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ഡയറക്റ്റ് പ്രഷർ ആൻഡ് എലിവേഷൻ ഫെയിൽസ് ടു കൺട്രോൾ ബ്ലീഡിങ്. നമ്മൾ പറഞ്ഞതാണ് ആദ്യത്തെ 2 ഡയറക്റ്റ് പ്രഷറും എലിവേഷനും കൊണ്ട് നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലാക്സ് ദി മസിൽസ് ഓഫ് ദാറ്റ് ഏരിയ
വിച്ച് വിൽ ഹെൽപ്പ് ഇൻ അപ്ലൈയിങ് പ്രഷർ ബെറ്റർ. അതായത് മസിൽ റിലാക്സ് ചെയ്യുക. എവിടെയാണോ പ്രഷർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ ആർട്ടറിയുടെ ഭാഗത്ത് മസിൽ റിലാക്സ് ചെയ്യുക. പിന്നെ കണ്ടിന്യൂ പ്രഷർ ടിൽ ബ്ലീഡിങ് ഈസ് കൺട്രോൾ ഓർ ടിൽ മെഡിക്കൽ ഹെൽപ്പ് അറൈവ്സ്. അതായത് ബ്ലീഡിങ് കൺട്രോൾ ആകുന്നവരെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നവരെയോ നമ്മൾ പ്രഷർ കണ്ടിന്യൂ ചെയ്യുക. ഈ പ്രഷർ പോയിൻറ്റിൽ പ്രഷർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഓരോ 15 മിനിറ്റിലും നമ്മൾ പ്രഷർ പോയിൻറ്റിൽ നിന്ന് ആ കൊടുക്കുന്ന പ്രഷർ റിലീസ് ചെയ്ത ശേഷം വീണ്ടും കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് പ്രഷർ പോയിൻറ്റ് മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡാണ് ടോർണിക്യൂ. ഇതെന്ന് പറയുന്നത് റിബൺ പോലുള്ളൊരു തുണിയും സ്റ്റിക്കും ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. നമ്മളാദ്യം മുറിവിൽ നിന്നൊരു 2 ഇഞ്ച് മാറി ഇതുപോലൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ റിബൺ കൊണ്ടോ ഇതുപോലൊരു കെട്ട് ഉണ്ടാക്കിയ ശേഷം അതിലേക്കൊരു സ്റ്റിക്ക് പ്ലേസ് ചെയ്യും. ആ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ആ സ്റ്റിക്കിൽ നമ്മളൊരു ടേണിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ബോഡി ടൈറ്റ് ആവും. അതായത് ആ ഏതാണോ ഭാഗത്താണോ നമ്മൾ കെട്ടിയിരിക്കുന്ന ആ ഭാഗവും അതുപോലെ തന്നെ അതിന് അകത്ത് വരുന്ന ആർട്ടറിയോ മറ്റോ അത് നല്ല ടൈറ്റ് ആകും. അതുവഴി ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ അങ്ങനെ ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ടോർണിക്യൂ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. ഒന്നാമത്തെ, ഡു നോട്ട് പീക്ക് അറ്റ് എ വൂണ്ട് ടു സീ ഇഫ് ദി ബ്ലീഡിങ് ഈസ് സ്റ്റോപ്ഡ്. ദി ലെസ് എ വൂണ്ട് ഈസ് ഡിസ്റ്റർബ്ഡ് ദി മോർ ലൈക്ലി ഇറ്റ് ഈസ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു കൺട്രോൾ ദി ബ്ലീഡിങ്. അതായത് ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് കുറഞ്ഞോ എന്ന് നോക്കണ്ട. അതായത് ഡ്രസ്സിങ് ഒക്കെ പൊക്കി എപ്പോഴും നോക്കണ്ട ഇത് കുറഞ്ഞോ എന്ന്. കാരണം അത് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും തോറും ബ്ലീഡിങ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. രണ്ടാമത്തെ, ഡു നോട്ട് പ്രോബ് എ വൂണ്ട് ഓർ പുൾ ഔട്ട് എനി എംബഡഡ് ഒബ്ജക്റ്റ് ഫ്രം എ വൂണ്ട്. ദിസ് വിൽ യൂഷ്വലി കോസ് മോർ ബ്ലീഡിങ് ആൻഡ് ഹാം. അതായത് മുറിവിനുള്ളിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കേണ്ട. കാരണം അത് വീണ്ടും മുറിവ് കൂടുകയോ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂട്ടാനേ ഉപകരിക്കൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അടുത്തത്, ഡു നോട്ട് റിമൂവ് എ ഡ്രസ്സിങ് ഇഫ് ഇറ്റ് ബിക്കംസ് സോക്ഡ് വിത്ത് ബ്ലഡ്. ഇൻസ്റ്റഡ് ആഡ് എ ന്യൂ ഓൺ ദി ടോപ്പ്. അതായത് ഇപ്പോൾ ഒരു ഡ്രസ്സിങ് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സിങ് മൊത്തം ബ്ലഡിൽ നനഞ്ഞെങ്കിൽ അത് എടുത്തിട്ട് മാറ്റി മറ്റൊരെണ്ണം വെക്കുകയല്ല, അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരെണ്ണം വെക്കുക നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത്, ഡു നോട്ട് ട്രൈ ടു ക്ലീൻ എ ലാർജ് വൂണ്ട്. ദിസ് കോസ് ഹെവിയർ ബ്ലീഡിങ്. അതായത് വലിയൊരു മുറിവ്, അതായത് ആഴത്തിലുള്ളൊരു മുറിവ് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കേണ്ട അതിൻ്റെ അകത്തേക്ക്. കാരണം അത് ബ്ലീഡിങ് കൂടും, ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അവസാനത്തെ, ഡു നോട്ട് ട്രൈ ടു ക്ലീൻ എ വൂണ്ട് ആഫ്റ്റർ യു ഗെറ്റ് ദി ബ്ലീഡിങ് അണ്ടർ കൺട്രോൾ. അതായത് ബ്ലീഡിങ് കൺട്രോൾ ആയ ശേഷം പിന്നെ ആ വൂണ്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അതിൻ്റെ മുകളിൽ ചെറിയ ക്ലോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. വീണ്ടും വെള്ളം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിറ്റ് പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റിസെപ്റ്റിക് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് ആ ഉണ്ടായിരിക്കുന്ന ക്ലോട്ട് അലിഞ്ഞു പോകാനും അതുപോലെ വീണ്ടും ബ്ലീഡിങ് തുടങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൻ്റെ സയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതൊക്കെ എന്തൊക്കെ. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൻ്റെ സയൻസ് ഇതൊക്കെയാണ്. ഇഞ്ചുറീസ് ടു സർഫസ് ഓഫ് ബോഡി, ബ്രൂസിങ് അതായത് ചതവ്, പെയിൻഫുൾ സ്വോളൻ ഓർ ഡീഫോംഡ് എക്സ്ട്രീമിറ്റീസ്, ബ്ലീഡിങ് ഫ്രം മൗത്ത്, റെക്ടം, വജൈന എക്സെട്ര, ടെൻഡർ, റിജിഡ് or distended abdomen, vomiting, dark terrace stools or bright red blood, signs and symptoms of shock. അപ്പോൾ ഇത്രയാണ് ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻറ്റേർണൽ ബ്ലീഡിങ്. അതായത് ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉള്ള ഒരാളെ, അതായത് മുമ്പേ പറഞ്ഞ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളെ എങ്ങനെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യമേ ലേ ഡൗൺ ദി കാഷ്വാലിറ്റി വിത്ത് ഹെഡ് ലോ ടു വൺ സൈഡ് സോ ആസ് ടു എൻഷുവർ ഗുഡ് ബ്ലഡ് സപ്ലൈ ടു ദി ബ്രെയിൻ. അതായത് ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉള്ള ഒരാളെ നമ്മൾ അങ്ങനെ ഒരാൾ കൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കിടത്തുക. അതായത് ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ചെല്ലാൻ വേണ്ടിയാണ്, അൺകോൺഷ്യസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം റൈസ് ദി ലെഗ്സ് ഇഫ് ദെയർ ഈസ് നോ ഫ്രാക്ചർ. അതായത് ഇപ്പോൾ ഒടിവോ ചതവോ, കാലിന് പ്രത്യേകിച്ച് ഒടിവോ ചതവോ ഒന്നും ഇല്ലാത്ത പക്ഷം അതിങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പൊക്കി വെക്കുക. അതുപോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. പിന്നെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ലൂസ് ചെയ്യുക. അടുത്തത് ഓരോ 10 മിനിറ്റിൻ്റെ ഇടവേളയിലും വിക്ടിമിൻ്റെ റെസ്പോൺസസ് റെക്കോർഡ് ചെയ്യണം. അതായത്
അൺകോൺഷ്യസ് ആയോ ആ രീതിയിലുള്ളത് ചെക്ക് ചെയ്യണം. അൺകോൺഷ്യസ് ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ്ങിന് വേണ്ടി ഓപ്പൺ എയർവേയും മറ്റും കൊടുക്കുക. അടുത്ത് കീപ്പ് റെക്കോർഡ് ഓഫ് എനി സ്പെസിമെൻ പാസ്ഡ് ഓർ വൊമിറ്റഡ് ആൻഡ് സെൻഡ് ദി സാമ്പിൾ ടു ഹോസ്പിറ്റൽ. അതായത് എന്തെങ്കിലും പ്രത്യേക വസ്തുവോ മറ്റോ വൊമിറ്റ് ചെയ്തെങ്കിലോ ഛർദ്ദിച്ചെങ്കിലോ മറ്റോ അത് കളക്ട് ചെയ്ത ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടുക. കൂടെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നയാൾക്ക് ഒരു കാരണവശാലും ഒന്നും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കാൻ പാടില്ല. ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വൊമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടുക. അതായത് എന്തെങ്കിലും പ്രത്യേകിച്ച് ആ വൊമിറ്റിങ്ങിലുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടുകയും ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ബ്ലീഡിങ്ങിലെ അടുത്ത ഒന്നാണ് എപ്പിസ്റ്റാക്സിസ് അഥവാ നോസ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതായത് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഹാവ് പേഷ്യൻറ്റ് സിറ്റ് ഡൗൺ ആൻഡ് ലീൻ ഫോർവേഡ്. പേഷ്യൻറ്റിനെ ഇരുത്തിയ ശേഷം മുന്നോട്ടാഞ്ഞിരുത്തുക. കാരണം ഈ ബ്ലഡ് വീണ്ടും അകത്തേക്ക് പോകാതെ മൂക്കിനുള്ളിലേക്ക് പോകാതെ അത് പുറത്തേക്ക് കളയുക. അതായത് ആ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും ശരിയായതും തെറ്റായതും. അതുപോലെ മൂക്ക് മുന്നിലേക്ക് ആഞ്ഞിരിക്കുക. 2, അപ്ലൈ ഓർ ഇൻസ്ട്രക്ട് പേഷ്യൻറ്റ് ടു അപ്ലൈ ഡയറക്റ്റ് പ്രഷർ. അതായത് ബ്ലീഡിങ് കുറയ്ക്കുവാനായിട്ട് മൂക്കിൽ ചെറിയ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. 3, കീപ് പേഷ്യൻറ്റ് ക്വയറ്റ് ആൻഡ് കാം. അതായത് ഒരുപാട് ബഹളമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സാവധാനം കൈകാര്യം ചെയ്യുക. 4, ഡു നോട്ട് ലെറ്റ് പേഷ്യൻറ്റ് ലീൻ ബാക്ക്. അതായത് അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പേഷ്യൻറ്റിനെ പുറകോട്ട് ചാരിയിരിക്കാനോ അല്ലെങ്കിൽ പുറകോട്ട് ആഞ്ഞിരിക്കാൻ അനുവദിക്കാതിരിക്കുക, മുന്നിലോട്ടിരിക്കുക. അപ്പോൾ അതാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യാം. ഇത്രയും പറഞ്ഞ അടിസ്ഥാന വിവരങ്ങളൊന്ന് റിവൈസ് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻസ് നോക്കാം. പെട്ടെന്നൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൂൺസിലാണ് തുടങ്ങിയത്. ആദ്യം നമ്മൾ ടൈപ്സ് ഓഫ് വൂൺസ് ആയിരുന്നു പറഞ്ഞത്. ഓപ്പൺ വൂൺസ്, അതുപോലെ ക്ലോസ്ഡ് വൂൺസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ വായിച്ച് നോക്കുക. രണ്ടാമത്തെ ഓപ്പൺ വൂൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. 6 അബ്രേഷൻ, ഇൻസൈസ്ഡ് വൂണ്ട്, അതുപോലെ ലാസറേറ്റഡ് വൂണ്ട്, പങ്ക്ച്വർ വൂണ്ട്, അബൽഷൻ, ഗൺഷോട്ട്. അടുത്ത ക്ലോസ്ഡ് വൂൺസ് ആണെങ്കിൽ ഹീമാറ്റോമോസ്, അതുപോലെ തന്നെ ക്രഷ് ഇഞ്ചുറി. ഇനി അബറേഷൻ ആണെങ്കിൽ അത് സ്കിന്നിന് മുകളിൽ ഉണ്ടാകുന്ന ഹാർഡ് റഫ് സർഫസിൽ ഒരയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പോറൽ പോലത്തെ മുറിവ്. ഇൻസൈസ്ഡ് വൂണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൂർത്ത അല്ലെങ്കിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവ്. അടുത്ത ലാസറേറ്റഡ് വൂണ്ട് ആണെങ്കിൽ അബ്രേഷൻ പോലെ തന്നെ, അബ്രേഷൻ സ്കിന്നിന് മുകളിൽ ചെറിയ സ്ക്രാച്ച് പോലെ ആയിരിക്കും. പക്ഷേ ഇതാണെങ്കിൽ നല്ല ഡെപ്തിലുണ്ടാകുന്ന ഈ ആക്സിഡൻറ്റ് അതുപോലെ തന്നെ കൊളീഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന വൂണ്ട്. അടുത്തത് പങ്ക്ച്വർ വൂണ്ട്, അതായത് ആണി അതുപോലുള്ള മുള്ള് അതുപോലുള്ള സാധനങ്ങൾ ഇങ്ങനെ തുളച്ച് കൊള്ളുന്നത് കൊണ്ടുണ്ടാകുന്ന മുറിവ്. അടുത്ത അവൽഷൻ, അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർന്നു പോകുന്നതോ അല്ലെ ദശ അടർന്നു പോകുന്നത്, ഇതൊക്കെയാണ് എവൽഷൻ എന്ന് പറയുന്നത്. അടുത്ത ഗൺ ഷോട്ട് വൂണ്ട്, അത് നമുക്കറിയാം, ഒരു വെടിയുണ്ട കൊണ്ടുണ്ടാകുന്ന മുറിവ്. ഇനി ക്ലോസ്ഡ് വൂൺസ് നമ്മൾ പറഞ്ഞ് ഹിമാറ്റോമാസ്, അതായത് ബ്ലഡ് വെസലിൻ്റെ ഡാമേജ് കാരണം സ്കിന്നിനടിയിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഇത്. അടുത്ത ക്രഷ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ചതവ്, അതായത് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നഖത്തിന് അടിയിൽ നമ്മൾ ചതവുണ്ടായിട്ട് ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നത് കാണുന്നത്, അതാണ് ക്രഷ് ഇഞ്ചുറി. അടുത്ത അതിൻ്റെ നമ്മൾ എയിംസ്, അതായത് വൂൺസിന് വേണ്ടി ഫസ്റ്റ് എയ്ഡിൻ്റെ എയിംസും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളൊന്നുകൂടെ അത് വായിച്ചു നോക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ ബ്ലീഡിങ്, അത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിങ്. എക്സ്റ്റേണൽ ബ്ലീഡിങ് അതിന് 3 സബ് ക്ലാസിഫിക്കേഷനുണ്ട്. അതായത് അത് പ്രധാനപ്പെട്ടതാണ്. ആർട്ടേറിയൽ ബ്ലീഡിങ്, വെനസ് ബ്ലീഡിങ്, അതുപോലെ ക്യാപ്പിലറി ബ്ലീഡിങ്. ആർട്ടേറിയൽ ബ്ലീഡിങ് ആണെങ്കിൽ ആർട്ടറിയിൽ നിന്നുണ്ടാകുന്നത്, അതുപോലെ ബ്രൈറ്റ് റെഡ് കളറ്. പിന്നെ അത് ഹേർട്ട് ബീറ്റിനനുസരിച്ച് ജെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് വളരെ റാപ്പിഡാണ്, അതായത് പെട്ടെന്ന് തന്നെ രക്തം പോയി മരണം സംഭവിക്കും. വെനസ് ബ്ലീഡിങ് ആണെങ്കിൽ അത് ഒരു വെയിനിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ ഡാർക്ക് റെഡ് കളറിലുള്ള ബ്ലഡാണ്. പിന്നെ അത് കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും, അതായത് അതായത് ബ്ലഡ് വരുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ക്യാപ്പിലറി ബ്ലീഡിങ് ആണെങ്കിൽ ക്യാപ്പിലറീസ്, അതായത് നമ്മൾ പറഞ്ഞ അബ്രേഷനൊക്കെ മൂലം ഈ സ്കിന്നിന് മുകളിലുള്ള ക്യാപ്പിലറീസിൽ നിന്ന് പതുക്കെ രക്തം പനിച്ച് വരുന്നതാണ് ക്യാപ്പിലറി ബ്ലീഡിങ് എന്ന് പറയുന്നത്. അത് മറ്റേതുപോലൊന്നും അത്ര സീരിയസ് അല്ല, ചെറുതായിട്ട് ബ്ലഡ് വരുന്ന രീതിയാണത്. ഇനി നമ്മൾ പിന്നെ പറഞ്ഞത് എക്സ്റ്റേണൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്, 4 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു.
ഡയറക്റ്റ് പ്രഷർ, എലിവേഷൻ, ഇൻഡയറക്റ്റ് പ്രഷർ ഓൺ പ്രഷർ പോയിൻറ്റ്സ്, ടോർണിക്യൂ. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം അതായത് ഡയറക്റ്റ് പ്രഷറും എലിവേഷനും കൊണ്ട് നമുക്ക് ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ അടുത്ത 2 മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്കത് നോക്കാം. ഒന്ന് ഡയറക്റ്റ് പ്രഷർ നമ്മൾ പറഞ്ഞതാണ്, അതായത് പ്രഷർ അപ്ലൈ ചെയ്യുക. ഗ്ലൗ ഉണ്ടെങ്കിൽ ഗ്ലൗ യൂസ് ചെയ്ത് ചെയ്യുക. ഗ്ലൗ ഇല്ലാത്ത പക്ഷം ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ചെയ്യുക. അതുപോലെ 10 മുതൽ 30 മിനിറ്റ് വരെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ അത് തുടരുക. പിന്നെ ആ വെക്കുന്ന ഡ്രസ്സിങ് അവിടെ നിന്ന് എടുക്കാതിരിക്കുക. അടുത്തത് എലിവേഷൻ. നമ്മൾ പറഞ്ഞു, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൈ പൊക്കി പിടിക്കുന്ന കയ്യിൽ മുറിവുണ്ടാകുമ്പം കൈ പൊക്കി പിടിക്കുന്ന പോലെ ഹേർട്ടിൻ്റെ ലെവലിന് വൂണ്ട് പൊക്കി പിടിക്കുന്നത്. അത് കാരണം അതായത് മുറിവിൻ്റെ ഭാഗത്തേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത്. അടുത്തതെന്ന് പറയുന്നത് പ്രഷർ പോയിൻറ്റ്സിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. അതായത് പിന്നെ ആ പ്രഷർ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ബ്രാക്കിയൽ ആർട്ടറി, ഫെമോറൽ ആർട്ടറി, കാർട്ടോയിഡ് ആർട്ടറി, ടെമ്പോറൽ ആർട്ടറി, ഫേഷ്യൽ ആർട്ടറി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു സിറ്റുവേഷൻ തന്നിട്ട് ഏത് ആർട്ടറിയിലാണ് പ്രഷർ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ പ്രഷർ പോയിൻറ്റ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതെന്ന്. അതായത് അതായത് ഡയറക്റ്റും എലിവേഷനും ഫെയിലായി കഴിഞ്ഞാൽ മാത്രം ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത്. മസിലൊക്കെ റിലാക്സ് ചെയ്യുക, എന്നിട്ട് അവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഇത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നത് വരെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഓരോ 15 മിനിറ്റിലും നമ്മൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് പ്രഷർ പോയിൻറ്റിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് ടോർണിക്യൂ ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു റിബൺ പോലത്തെ തുണിയും ഒരു സ്റ്റിക്കും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നത്, ടൈറ്റാക്കിയിട്ട് ടേൺ ചെയ്ത് ടൈറ്റാക്കി ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നതാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് എന്തൊക്കെയാണ് ചെയ്യരുതാത്തതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ചെയ്യരുതാത്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എപ്പോഴും ആ ബ്ലീഡിങ് ഉള്ള സ്ഥലം നോക്കാതിരിക്കുക. ബ്ലീഡിങ് കുറഞ്ഞോ എന്ന് ഡ്രസ്സിങ്ങൊക്കെ മാറ്റി നോക്കാതിരിക്കുക. രണ്ടാമത്തത് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള എംബഡഡ് ഒബ്ജക്ട്സിനെ പിക്ക് ചെയ്യാൻ നോക്കാതിരിക്കുക. പിന്നെ എപ്പോഴും അതായത് ഒരു ഡ്രസ്സിങ്ങിൽ ബ്ലഡ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് മാറ്റി വേറൊന്ന് വെക്കുന്നതിന് പകരം അതിന് മുകളിൽ ഒരെണ്ണം വെക്കുക. അടുത്തത് ലാർജ് വൂണ്ടാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാതിരിക്കുക, കാരണം വീണ്ടും ഹെവിയർ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് വീണ്ടും അതായത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് ബ്ലീഡിങ് ക്ലീൻ ചെയ്യാൻ നോക്കാതിരിക്കുക. അടുത്ത നമ്മൾ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൻ്റെ സൈൻസ് ആണ് പറഞ്ഞത്, അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ, അത് നമ്മൾ വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് പറഞ്ഞത്, അതായത് ആളെ കിടത്തുക, പേഷ്യൻറ്റിനെ കിടത്തുക. അതുപോലെ തന്നെ കാല് പൊക്കി വെക്കാൻ നോക്കുക. ഇപ്പോൾ ഫ്രാക്ചറോ മറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കാല് പൊക്കി വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോ 10 മിനിറ്റിന് ഇൻ്റർവെല്ലിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും ഛർദ്ദിക്കുകയോ മറ്റോ ആണെങ്കിൽ അതിലെന്തെങ്കിലും വേറെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്ത് അത് ഹോസ്പിറ്റലിലോട്ട് കൊടുത്തു വിടുക. പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. അതുപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഒന്നും കഴിക്കാനും കുടിക്കാനും കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്ന ഇതാണ് അവസാനമായിട്ട് പറഞ്ഞത്, അതായത് മൂക്കിൽ നിന്നുള്ള ബ്ലഡ് വരുന്ന രക്തസ്രാവം. അതായത് പേഷ്യൻറ്റിനെ ഇരുത്തുക, അതുപോലെ തന്നെ മുന്നോട്ടാഞ്ഞിരുത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം രക്തം തിരിച്ച് നമ്മൾ തല ചായച്ച് പുറകോട്ടിരുന്ന രക്തം വീണ്ടും അകത്തേക്ക് പോയി ഒരുപാട് പിന്നെയും പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന രക്തത്തെ പുറത്തേക്ക് തന്നെ കളയുക. അതുപോലെ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് ചെറിയ രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനോട് ഡയറക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുക. ഒരു കാരണവശാലും പേഷ്യൻറ്റിനെ നമ്മൾ പുറകോട്ടായാൻ അനുവദിക്കരുത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ 1-2 കാര്യങ്ങളൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിപ്പോൾ വൂൺസിൻ്റെയും ബ്ലീഡിങ്ങിൻ്റെയും കാര്യത്തിലുള്ള ബേസിക് ഫാക്ട്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഇനി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പക്ഷേ നമ്മൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളത് ക്വസ്റ്റ്യൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ജസ്റ്റ് ബേസിക്സ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പേ വിരലറ്റ് പോകുന്ന ഒരു വൂണ്ടിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ അറ്റുപോകുന്ന വിരൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിലാണ് വരുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്.
ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കണം, അത് കറക്റ്റായിട്ട് വായിക്കണം. നമ്മളിപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യനും വോയിസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു എക്സാമിൻ്റെ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വായിച്ച്, അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും 10 സെക്കൻഡാണ് നൽകുന്നത് ആൻസറിന് മുന്നേ. പക്ഷേ അതുകൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ട് അത് ഒന്ന് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം കറക്റ്റായിട്ട് വായിച്ച് ഓപ്ഷൻസ് നോക്കി നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കണം. സ്കിപ്പ് ചെയ്ത് കളയരുത്. അതായത് കറക്റ്റായിട്ട് നമ്മൾ എക്സാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം, ഫയർമാൻ്റെ അകത്ത് 10 മാർക്കിൻ്റെ ചോദ്യം ഈ ഫസ്റ്റ് എയ്ഡിൽ നിന്നാണ്. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 10 മാർക്കും മേടിക്കാൻ പറ്റും. ഇത് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് അല്ലെങ്കിൽ പോയിൻ്റ് 1 മാർക്ക് പോലും എത്ര മാത്രം നമ്മുടെ റാങ്കിൽ മുന്നോട്ടും പുറകോട്ടും കൊണ്ടുപോകാമെന്ന് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനൊരു ടോപ്പിക് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്കുണ്ട്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും 10 മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ മാർക്ക് കളയാതെ നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ സീരീസും ഒക്കെ ഫസ്റ്റ് എയ്ഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പുതിയതായിട്ട് PSC എന്തെങ്കിലും ഈ ഫയർമാനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് പരീക്ഷകളിലോ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വന്നാൽ നമ്മൾ കൊടുക്കും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പോൾസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളതിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യം നോക്കാം.